ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. രേണുസുതി, നീ കളിച്ച് കളിച്ച് തട്ടകത്തിൽ കയറിയിരിക്കുകയാണ്. നിനക്ക് ഇന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിനക്ക് നഷ്ടപ്പെടാൻ പോകണമില്ല. കാരണം നീ ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലാണ്, അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിനക്കൊരു വീട് നഷ്ടപ്പെട്ട്, സ്ഥലം നഷ്ടപ്പെട്ട് എന്നൊന്നും പറഞ്ഞാൽ നിൻ്റെ രോമത്തിന് പോലും ഏൽക്കില്ല. നിനക്ക് ഇന്ന് അത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. നീ ഇന്നുള്ളത് ബഹ്റൈനിൽ ഒരു പ്രൊമോഷൻ, അതായത് ഒരു ബാറിൻ്റെ പ്രൊമോഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നീ ബഹ്റൈനിലാണുള്ളത്. നിനക്ക് നാളെ UK പോകാനുണ്ട്. നിനക്ക് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട് ഇപ്പം. അതുകൊണ്ട് തന്നെ ധാരാളം പണം നിന്നെ തേടിയെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം കൂട്ടുകെട്ടുകളും നിനക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുപരിയായിട്ട് ഇന്നും ഉപരിയായിട്ട് മുകളിലായിട്ട് നിനക്ക് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കിപ്പം വിശപ്പ് ആ സ്ഥലം തരില്ല, അല്ലെങ്കിൽ ഇപ്പം വന്ന നിയമം, അതായത് കോടതിയിൽ നിന്നും അദ്ദേഹം വാങ്ങിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചാൽ പോലും നിൻ്റെ രോമത്തിന് പോലും ഏൽക്കില്ല. നിനക്കും നിൻ്റെ കുടുംബത്തിനും കൊച്ചിയിലോ ചെന്നൈയിലോ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കാനുള്ള സൗകര്യവും പണവും നിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നഷ്ടമാകുന്നത് അത് നിൻ്റെ മകൻ എന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല. സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവിന് മാത്രമാണ്. ആ കുട്ടിക്ക് അതൊരു വലിയൊരു നിധി തന്നെയാണ്. നീ ആ വീട്ടിലേക്ക് ആ കുട്ടിയെ അടുപ്പിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ പഠനമോ മറ്റു കാര്യങ്ങളോ ആയിട്ടായിരിക്കും ആ കുട്ടി അവിടെ എത്താത്തത്. എന്നിരുന്നാൽ പോലും ആ കുട്ടിക്ക് അവകാശപ്പെട്ട ഒരു വീടാണത്. നിൻ്റെ കുട്ടിക്കും കിച്ചുവിനും അവകാശപ്പെട്ട വീടാണത്. നിൻ്റെ കുട്ടിക്ക് നീ ഒരൊച്ചയിൽ എത്തുന്നേരം നല്ല വീടും സെറ്റപ്പുമൊക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ അത് ആവശ്യമുണ്ടാവില്ല. അതായിരിക്കും നിൻ്റെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഈ കുട്ടിക്ക് ആ ഒരു വീട് നിധി തന്നെയായിരിക്കും. കാരണം ആ കുട്ടിയുടെ മനസ്സിലേക്കും നീ ഒന്ന് പോവണം. അതിന് അച്ഛനോ അമ്മയോ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതിൻ്റെ മനസ്സിൻ്റെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് ആ കുട്ടിക്ക് മാത്രമേ അറിയാവൂ. ആ കുട്ടിക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ വീടായിരിക്കും. ഏതെങ്കിലും കാലത്ത് ഒരു ഇപ്പം അതിനൊരു ഉപകാരവും ഇല്ലെങ്കിലും ആ വീട്ടിലേക്ക് ഒന്ന് വന്നാൽ പോലും ഒരു സമാധാനമോ സന്തോഷമോ ആ വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം എപ്പോഴെങ്കിലും വന്ന് ആ കുട്ടി ആ കുട്ടിയുടെ അനിയനെ കണ്ട് സ്നേഹിച്ച് എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ച് പോരുന്നൊരു രീതിയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ നാളെ ഈ കുട്ടിക്ക് അതൊരു ഉപകാരപ്പെട്ടേക്കാമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുമുണ്ട്, ചിന്തിക്കുമെന്നുമുണ്ട്. ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ രണ്ട് കുട്ടികളും ഒരിക്കലും അനാഥരായി പോവരുത്, ഒന്നുമില്ലാത്തവരായി പോവരുത്, കയറിക്കിടക്കാൻ ഒരു കൂര വേണമെന്ന് മനസ്സിലാക്കി മനസ്സലിഞ്ഞ് ഔദാര്യത്തിൻ്റെ പേരിൽ ഈ അച്ഛനും ഫിറോസുക്കായും ഈ ഒരു വീടും സ്ഥലവും നിങ്ങൾക്ക് തന്നത്. അത് എത്രത്തോളം മനോഹരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമായിട്ട് കൊണ്ടു നടന്ന് അവരോടുള്ള നന്ദിയിലും കൃതജ്ഞയിലും അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് ഏതൊരാൾക്കാണെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ, അതായത് നമ്മൾ നമ്മൾക്ക് ലഭിക്കില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ആരെങ്കിലും നമുക്ക് ചെയ്തത്, അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അവരെ എന്നും ഓർക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അവരോട് എപ്പോഴും നമ്മൾക്ക് നന്ദി ഉണ്ടായിരിക്കും, കൃതജ്ഞ ഉണ്ടായിരിക്കും. അതാണ് ഒരു നല്ല മനുഷ്യൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ. പക്ഷേ അവർ തന്ന ഒരു വീട്ടിൽ ചെറിയൊരു ചോർച്ച, അത് വെള്ളം പാറുന്നു എന്നതിൽ അത് എന്തോ ആയിക്കോട്ടെ, എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അത് വന്നപ്പോൾ പോലും നിങ്ങൾ അവരെ അത്രത്തോളം മോശമായിട്ട് സംസാരിച്ചു. അപ്പം നിങ്ങൾ അതിനെടുത്ത് പറയുന്നത് അത് ചാനലുകാർ എടുത്തിട്ടതാണ്, അവരെ മണ്ടക്കാണ് അത് ഇട്ടത്. അങ്ങനെയല്ല. ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും അത് തിരുത്തി പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഇത്രത്തോളം തന്നല്ലോ, ഇങ്ങനെയൊന്നും ഉണ്ടെങ്കിലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള പണം എടുത്തിട്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ ഫിറോസ്ഖാനെ നേരിട്ട് പോയി കാണുകയോ ഒരു മെയിൽ അയക്കുകയോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് മാറ്റിത്തരണം എന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ ചാനലുകൾ വന്നപ്പോൾ നിങ്ങൾ വലിയൊരു മിസ്റ്റേക്കായിട്ടാണ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതവർ കുറച്ചും കൂടി പൊടിപ്പും തൊങ്ങലും ഇട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു. അത് ശരി തന്നെ. പക്ഷേ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയായിരുന്നു, നിങ്ങൾക്ക് ആ നന്ദി അറിയിക്കാമായിരുന്നു. പക്ഷേ അവിടെയൊന്നും നിങ്ങൾ നന്ദി അറിയിച്ചില്ല.
പിന്നീട് നിങ്ങൾ വിശപ്പിനെക്കുറിച്ച് നിങ്ങൾ വിഷപ്പാമ്പാണെന്ന് പറഞ്ഞ് ഏതർത്ഥത്തിലാണ് നിങ്ങൾ വിഷപ്പാമ്പാണെന്ന് പറഞ്ഞത്? എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല. ആ ആ മനുഷ്യൻ്റെ നന്മ കൊണ്ടാണ് നിങ്ങളൊരു നിങ്ങളെ കുട്ടിയും നിങ്ങളെ ഫാമിലിയും അന്തി ഉറങ്ങുന്നത്. നിങ്ങൾ പലപ്പോഴും ഫ്ലൈറ്റിലും പിന്നെ ഫ്ലാറ്റിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ അവരങ്ങനെയല്ല. അവർ അന്തി ഉറങ്ങുന്നത് ആ ഒരു വീട്ടിലാണ്. ഇന്ന് വരെ അന്തി ഉറങ്ങിയത് ആ വീട്ടിലാണ്. ആ ഒരു നന്ദി മാത്രം. നിങ്ങൾ വാടക കൊടുക്കണ്ട, വേറെ ഒന്നും കൊടുക്കണ്ട, സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീടിനെ കുറിച്ചിട്ടും വിശപ്പിനെ കുറിച്ചിട്ടും നിങ്ങൾ വിഷപ്പാമ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താടോ നിങ്ങളെ മനോഭാവം? അതെപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ രേണുസുധി? നിങ്ങൾക്കൊരു കാലത്ത് നന്മ ചെയ്ത് തന്ന ആളാണ്. ആ ആളടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിടത്തോളം അത് നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ടും നിങ്ങൾ അയാളെ വിഷപ്പാമ്പ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ആർക്കെങ്കിലും ഒരു വീട് നൽകിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ചെറിയ ഇതിൽ നിന്ന് പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? ഉപദ്രവമല്ലാതെ നന്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പക്ഷെ അവരങ്ങനെയല്ല. അവർ 7 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നു. 7 സെൻറ്റ് സ്ഥലത്തിന് 10,000 രൂപയാണെങ്കിൽ 70,000 രൂപയുടെ അതിലും കൂടുതൽ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാനൊരു 10,000 എന്ന് എൻ്റെ ഒരു ഇതിൽ പറയാണ്. അങ്ങനെയുള്ളൊരു ഇത് നിങ്ങൾക്കവർ വെറുതെ തന്നു, ദാനമായിട്ട് തന്നു, ഔദാര്യത്തിൻ്റെ പേരിൽ തന്നു, ദയയുടെ പേരിൽ തന്നു. പക്ഷെ നിങ്ങളെന്ത് ചെയ്തു? ആ തന്ന ആളെ നിങ്ങൾ ഒരു കാലത്ത് ഒന്നുമില്ലായിരുന്നു. കാരണം കൊല്ലം സുധി മരിക്കുന്ന സമയത്ത് നിങ്ങളൊരു വാടക വീട്ടിലാണ്. അപ്പോൾ ഉള്ള ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കി, അതൊക്കെ റെക്കോർഡഡാണ്. അതൊക്കെ ഇന്നും പലരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെ ദയനീയമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞങ്ങളെല്ലാവരും കണ്ടതാണ്. ആ ഒരു കാഴ്ചയിൽ നിന്ന് നിങ്ങളെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന കുറച്ച് ടീമുണ്ട്, നല്ല മനസ്സിനുടമകളുണ്ട്. അവരെ നിങ്ങൾ ഒരിക്കൽ പോലും മോശം എന്നുള്ള വാക്ക് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഉണ്ടെങ്കിലും അത് പറയാനും പാടില്ല. അങ്ങനെയല്ല നന്ദി എന്ന് പറയുന്നത്. നമ്മൾ നന്ദി കാണിക്കേണ്ടത് നമ്മൾക്ക് ആപത്ത് ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്നവരോടും നമ്മൾക്ക് അന്നം തരുന്നവരോടൊക്കെ തന്നെയല്ലേ? അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിന് കൊള്ളാം? നമ്മളൊരു മനുഷ്യനാണോ? മനുഷ്യന്മാരല്ല നന്ദി കാണിക്കുന്നത്. ഈ നായയൊക്കെ നന്ദി കാണിക്കൂട്ടോ, മൃഗങ്ങളും നന്ദി കാണിക്കുന്നുണ്ട്. പൂച്ചയും നായക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ അവരവരുടേതായിട്ടുള്ള നന്ദി കാണിക്കുന്നുണ്ട്. പക്ഷെ അതുപോലും നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടായില്ലല്ലോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കൊരു കൂട്ടുകാരിയെ സജീന, ആ ഒരു കൂട്ടുകാരിയെ കിട്ടി വൃത്തികേട് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളെ ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അവരുടെ മനസ്സ് നിങ്ങളെപ്പോലുള്ള മനോഭാവമുള്ളവരായിരിക്കും, കീടങ്ങളായിരിക്കും. നല്ല മനസ്സുള്ളവർക്ക് ഒരിക്കലും നന്മ കാണാതിരിക്കാൻ പറ്റില്ല. ഇവരൊക്കെ നിങ്ങളൊരു സമയത്ത് താന്നു പോയാലും ഇവരാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ കൂടെ ഉള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ നല്ലത് മാത്രമേ പറഞ്ഞു തരുള്ളൂ. നിങ്ങൾ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നന്മ മാത്രമേ പറഞ്ഞു തരുള്ളൂ. കാരണം രേണുസുധി സമൂഹത്തിൽ ഉപകാരമുള്ള, അതല്ലെങ്കിൽ നന്ദിയുള്ള, കൃതജ്ഞയുള്ളൊരു മനുഷ്യനാണ് എന്ന് പറയിപ്പിക്കുന്നതിന് പകരം ഇത്രത്തോളം ആൾക്കാരുടെ നാവിൽ നിന്നും പ്രാക്കും ഇങ്ങനെ ശാപവാക്കും കേട്ടിട്ട്, ഈ പൊരുതലും കേട്ടിട്ട് അതാണോ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്? നിങ്ങൾ പറയുന്നുണ്ട് നിൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചോളൂ, നിങ്ങൾ മറ്റേത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ എന്നൊക്കെ. പക്ഷേ ഇതിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. ഇതിലെന്ത് സന്തോഷമാണോ ഉള്ളത്? ഇതിലെന്ത് സന്തോഷമാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഫെയിമല്ല, കുപ്രസിദ്ധി എന്ന് പറയും. കുപ്രസിദ്ധിയാണ് നിങ്ങളിപ്പം നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കാര്യമില്ല. നല്ല മനുഷ്യനായിട്ട് ഒരിക്കലെങ്കിലും ജീവിച്ചിട്ട് ഇപ്പം നിങ്ങളെ സുധി കൊല്ലം എന്താ പറയുക, സമൂഹത്തിൽ വലിയ കൊട്ടാരമോ ഒന്നും പണിതിട്ടില്ല. പക്ഷെ നല്ലൊരു കലാകാരനാണ്. അയാളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അയാളുടെ സ്നേഹത്തോടെ എല്ലാവരും നോക്കിക്കാണുന്നു. പക്ഷേ ആ ഒരു സ്നേഹമാണ് ജനങ്ങൾ നിങ്ങൾക്കും തന്നത്. അദ്ദേഹത്തിന് കിട്ടിയ സ്നേഹമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല
ആ സ്വഭാവത്തിനെ പോലും മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ മുഖത്തും കരിവാരി തേച്ച് അദ്ദേഹത്തെ മാനം കെടുത്തി ആ പേരിനെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കി. ആ മനുഷ്യൻ്റെ പേരിൽ പോലും, മരിച്ചു കിടന്നിട്ട് പോലും ആ മനുഷ്യൻ്റെ പേരിൽ പല പല അലിഗേഷൻസും വന്നു. പക്ഷേ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്നൊരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങൾക്കെന്നും ഈ ഫെയിമും ഈ പ്രശസ്തിയും മാത്രം മതിയോ? ജീവിതകാലം മുഴുവൻ ഇതും കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ ഒരിക്കൽ നിങ്ങളെ സമാധാനം കെടും ഇതെല്ലാം ചിന്തിച്ചിട്ട്. സമൂഹം നിങ്ങൾക്ക് താഴ്ത്തി തന്ന ഈ ഒരു നെഗറ്റിവിറ്റി ഓർത്തിട്ട് നിങ്ങൾ കരയും, നിങ്ങൾ വേദനിക്കും. അതിൻ്റെ ഇടവരുത്തണ്ട. മനുഷ്യ സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങളുമായിട്ട് ഒന്ന് മുന്നോട്ട് വരൂ. ബാറിൻ്റെയും മറ്റു കാര്യങ്ങളും പ്രൊമോഷനും മറ്റു കാര്യങ്ങളുമായിട്ട് നടന്ന് നിങ്ങൾ എങ്ങനെയൊക്കെയോ സമ്പാദിച്ച് നിങ്ങളെ ജീവിതം സുരക്ഷിതമാക്കാൻ നിങ്ങൾ നോക്കുന്നു. പക്ഷെ നിങ്ങളെ കൂടെയുള്ളവരെ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളെ സഹായിക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കൂ. ആ കിച്ചുവിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. ആ കിച്ചുവിന് നിങ്ങളൊരു സമാധാനം കൊടുക്കൂ. ആ കുഞ്ഞിൻ്റെ വീടും സ്ഥലവും, ആ കുഞ്ഞിന് അർഹതപ്പെട്ട വീടും സ്ഥലവുമാണത്. അത് ആ കുട്ടിക്ക് ഉതകുന്ന രീതിയിലായിക്കോട്ടെ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത് വേണ്ട, ഞാൻ കിച്ചുവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിച്ച് പോയിക്കോളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ അഹങ്കാരം കാണിക്കില്ല. അഹങ്കാരം കൊണ്ട് നിങ്ങൾ ഈ പ്രശസ്തിയും കൊടുമുടിയിൽ നിന്ന് നിങ്ങൾ താഴേക്ക് വീണാൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. ഇപ്പം നിങ്ങൾ അത്ര ഉയരങ്ങളിലായിരിക്കും. അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് താങ്ങില്ല. നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീക്ക് അത് താങ്ങില്ല. വെറുതെ അതിന് നിൽക്കണ്ട. നിങ്ങളെന്നും വിചാരിക്കേണ്ട നിങ്ങൾ മുകളിൽ തന്നെ ആയിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ താഴേക്ക് വരേണ്ടി വരും. ചിലപ്പം വരുത്തിയെന്നും വരാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. സമയത്തിന് ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, പഠിക്കാനുള്ള സൗകര്യങ്ങളില്ലാതെ, ചോർന്നൊലിക്കുന്ന വീട്ടിൽ, സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒരൊറ്റ പ്രാർത്ഥന, ചിലപ്പോൾ ഒരു നേരത്തേക്കുള്ള ഫുഡ്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു വഴി നീ തരണേ നാഥാ എന്നായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യത്തോടു കൂടി, സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാനുള്ള ഒരു ഒറ്റ റൂമാണെങ്കിലും ആ മുറിക്കുള്ളിൽ ഉറങ്ങാനുള്ളൊരു സൗകര്യം നീ ഒരുക്കി തരണേ നാഥാ എന്നായിരിക്കും അവരുടെ പ്രാർത്ഥന. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ രേണു. അങ്ങനെയുള്ളവർക്കിടയിൽ നിന്നാണ് നിങ്ങൾക്കൊരു വീടും സ്ഥലവും ഔദാര്യമായി കിട്ടിയത്. അതിൽ നിന്ന് നിങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെയുള്ളൊരു സ്ഥാനം ഇപ്പം നിങ്ങൾ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ശക്തിയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യർക്ക് നല്ല കാലവും ഉണ്ടാവും, ചീത്ത കാലവും ഉണ്ടാവും. പക്ഷേ നല്ല കാലം വരുന്നേരം ചീത്ത കാലം മറക്കണം എന്നല്ല, അത് തഴഞ്ഞു നിർത്തണം എന്നല്ല, അത് ഓർക്കാതിരിക്കണം എന്നല്ല. അത് ഓർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അനുഗ്രഹങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നെഗറ്റീവ് മാത്രം സിരകളിലേറ്റി അതിൽ സന്തോഷം കണ്ടെത്തി, ആനന്ദം കണ്ടെത്തി നിങ്ങളും നിങ്ങളെ കൂട്ടാളികളും ആർമാദിച്ച് നടക്കുമ്പോൾ ഒരിക്കലെങ്കിലും വീണു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. ഓക്കെ.